49 വയസ്സായി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 സ്പൂൺ പഞ്ചാരയിട്ട് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇല്ല. മനസ്സിലാകുന്നു? കയ്യിൽ പണമുണ്ട്, ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും വലിയ ദയനീയ അവസ്ഥയുണ്ടോ? ഓടിയതെല്ലാം എന്തിനായിരുന്നു? ഒരു പിടിച്ചോറിനായിരുന്നു. ഓടിയതെല്ലാം എന്തിനായിരുന്നു? ഒരു നേരത്തെ ആഹാരത്തിനായിരുന്നു. കഴിക്കുന്നതിനപ്പുറമായ സമ്പത്ത് വന്നുകൂടുമ്പോഴോർക്കണം അത് അധികപ്പറ്റാണ്. രണ്ടാമത് നമ്മളെല്ലാം ഓടിയത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. എല്ലാത്തിനെയും യൂറോപ്പിലും UK-ലും എല്ലാം നമ്മൾ അങ്ങ് കയറി വിടുകയല്ലേ. നാളെ എന്റെയും ജീവിതത്തിൽ അങ്ങനെയാകാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം, അറിവിൽപ്പെട്ട ഭൂരിഭാഗം മാതാപിതാക്കളെ, സ്വന്തം അപ്പൻ അമ്മ ഒന്ന് മരിച്ചിട്ട് വിറ്റിട്ട് പോകാനിരിക്കുന്ന എത്രയോ വസ്തുവും വകയും ഭവനവും ആർക്കു വേണ്ടിയിട്ടായിരുന്നു? ആർക്കു വേണ്ടിയിട്ടായിരുന്നു? മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മക്കൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ അതങ്ങനെ കൂട്ടിവെക്കരുത്. മനസ്സിലാകുന്നു? മക്കൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ അതങ്ങനെ കൂട്ടിവെക്കരുത്. അവനവന്റെ കാലഘട്ടത്തിലെ സമ്പാദ്യം അവനവൻ അനുഭവിക്കാനുള്ളതാണ്. മനസ്സിലാകുന്നു? അവനവന്റെ കാലഘട്ടത്തിലെ സമ്പാദ്യം അവനവൻ അനുഭവിക്കാനുള്ളതാണ്. ചില സ്ത്രീ സമ്മാനത്തിലൊക്കെ ചില നേരത്തെ ചില അമ്മച്ചിമാര് പറയും, അച്ഛാ UK-യിലുള്ള കൊച്ചുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ കുടുക്കയ്ക്കകത്ത് ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ടെന്ന്. മനസ്സിലാക്കുന്നു? വയസ്സാം കാലത്ത് വല്ല ബൂസ്റ്റോ ബോൺമിറ്റായോ തിന്നിച്ചാകാനുള്ളതിന് ലണ്ടനിലിരിക്കുന്ന കൊച്ചുമോക്ക് വേണ്ടി സമ്പാദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാതാപിതാക്കളെ